Hello guys, this is day 3. ഇങ്ങോട്ട് വാ. This is day 3 in Manali. ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. സോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് റിട്ടേൺ ഡൽഹിയിലോട്ട് പോകാനാണ് പ്ലാൻ. സോ ഫസ്റ്റ് ആക്ടിവിറ്റി പാരാഗ്ലൈഡിങ് ആൻഡ് റിവർ റാഫ്റ്റിംഗ് ആണ് വിചാരിക്കുന്നത്. സോ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഗൈസ്. പാരാഗ്ലൈഡിങ്ങിലൊക്കെ ഭയങ്കര 3000 സംതിങ് ഒക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ലെറ്റ്സ് സീ. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴുള്ള ക്ലിപ്സുകൾ കിട്ടുമെന്ന് അറിയില്ല, എന്നാലും മാക്സിമം നോക്കാം. കിട്ടുമോ? ഇവിടെ ഫുൾ ബിഗ്ഗസ്റ്റ് പാരാഗ്ലൈഡിങ് സൈറ്റുകളാണ്. സോ നമ്മൾ മീഡിയം വരയ്ക്കും വിചാരിച്ചു. അത് താഴെ പോലെ നിക്കാൻ വയ്യ. അപ്പൊ ഞങ്ങൾ എങ്ങനെ എയറിൽ പോകുന്നത് പിടിക്കോ? ഞങ്ങൾ പാരാഗ്ലൈഡിങ് കയറാൻ വേണ്ടിട്ട് വന്നേ അഡ്വെഞ്ചറസ്ലി ഞങ്ങള് അതിന്റെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന വണ്ടി എന്താ വണ്ടി? ഇതിന്റെ പേരെന്താ? Guys, we are going in a lorry. Lorry. എന്താ പറയാന്നറിയില്ല. എന്തോ ആ പാണ്ടിപ്പടയിൽ മറ്റേ കൊണ്ടുപോകാ പോലത്തെ ഒരു വണ്ടി നിന്ന് പോവുകയാണ് ഞങ്ങൾ പാരാഗ്ലൈഡിങ്. ആക്ച്വലി നിന്നതായിരുന്നു, വീണ് ഇരുന്നപ്പം ഞങ്ങൾ കുറച്ചേരി ഇരിക്കട്ടെ. അതെ, പോണേ ഉള്ളൂ ചെയ്യാനേ. അപ്പൊ ഇത് എത്ര ക്ഷീണം. വാമപ്പ ഗൈസ്, വാമപ്പ. ഇത് ഗൈസിന്റെ ഗ്ലൗസ് വീണിപ്പോ ഞങ്ങള് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോവാണ്. ഏരിയ കാണിച്ചു കൊടുക്കട്ടെ. പറഞ്ഞോ, ചെയ്തു നോക്കിട്ട് എക്സ്പീരിയൻസ് ഒന്നും അറിയില്ല. ഹൈ ബിഗ്ഗസ്റ്റ് പാരാഗ്ലൈഡിങ് ആണ് ഇവിടെ. സോ ലെറ്റ്സ് സീ. പറയാനൊന്നുമില്ല ഗൈസ്. എന്ത് ഗൈസ്? ഗൈസ് പാരാഗ്ലൈഡിങ്ങിന് റെഡി ആയിരിക്കുന്നോ? അതെ 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 അതെ. വളരെ എക്സൈറ്റഡ് ആണ്. യെസ്, മുഖച്ചായത്തിലുണ്ട് എഴുതി വെച്ചിട്ട് ഞാൻ എക്സൈറ്റഡ് ആണോ പേടിയാണോ എന്ന് കൺഫ്യൂഷൻ ആണ്. ഗൈസ്, സൂര്യ ഈസ് ഗെറ്റിംഗ് റെഡി ടു ഫ്ലൈ. റെഡി 1 2 3. സോ ഗൈസ്, നമ്മളെല്ലാരും പാരാഗ്ലൈഡിങ് ചെയ്തു. ഇവിടെ ചെയ്തിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഒന്നും പറയാനില്ല, എല്ലാരും ട്രൈ ചെയ്യണം ഒരിക്കലെങ്കിലും. ബിക്കോസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു ഇതാണത്. അല്ല, നല്ലൊരു ഇതാണ്. അതങ്ങനെ ആയോണ്ട് ഞാൻ പോയില്ല. പക്ഷെ നല്ലതായിരുന്നു, നല്ല രസമായിരുന്നു പാരാഗ്ലൈഡിങ്. അത് അവിടെ വളരെ വണ്ടിത്തെ സീനായിരുന്നു. ലൈക്ക് ഗൈസ്, പാരാഗ്ലൈഡിങ് ചെയ്യുന്നതൊന്നുമല്ല ടാസ്ക്. അതിന്റെ സ്ഥലത്തേക്ക് എത്തുന്ന ഓഫ് റോഡിലുള്ള നിന്നിട്ടുള്ളൊരു പോക്കുണ്ട്. പാണ്ടിപ്പട ഫിലിമിൽ പോണ പോലെ. ഞങ്ങൾ കറക്റ്റ് ദിലീപായിരുന്നേ. അതായത് ആൾക്കാർ മേത്ത് പോകുന്നു, വീഴുന്നു, വല്ല വാള കത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ മുറിഞ്ഞല്ലേ കയ്യിൽ. അപ്പൊ അതിന്റെ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ പോകുന്നത് അതുകൊണ്ട് അതെനിക്ക് അയക്കാം കേട്ടോ അത്. സോ ഞങ്ങളെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്ന് ആശാമുകിൽ